കൊന്നിച്ചുവ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിന്റെ സീസൺ 3 എപ്പിസോഡ് 4 ആണ്. ഗൈസ്, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇതിനു മുമ്പിട്ട് എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടെന്ന് എന്തായാലും ഉറപ്പെടുത്തണം. അതേപോലെ തന്നെ പേജ് ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. പിന്നെ താഴത്ത് ഒരു ഹൈ ബട്ടൺ ഉണ്ട് കേട്ടോ, അതും കൂടെ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇപ്പം തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് നമുക്കൊരു ക്ലാസ് റൂമാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ ആട്ടെ എല്ലാവരും ആർത്തറിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് എൻജിൻ വന്നിട്ട് പറയുന്നുണ്ട്, ആഹാ നീ ശരിക്കും പോപ്പുലർ ആയല്ലോ. ആ സമയത്ത് ആർത്തർ പറയുന്നുണ്ട്, കോപ്പ് ഇതിൻ്റെ അകത്ത് കയറി ഇത്ര അധികം അറ്റൻഷൻ മേടിച്ചു കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും ആലോചിച്ചില്ല. അതുകൊള്ള നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ക്ലാസ്സിൽ നീ ഒറ്റ ഒരുത്താൻ മാത്രമാണ് ഈ ബ്ലാക്ക് യൂണിഫോം ഇട്ടിരിക്കുന്നത്. അപ്പം പിന്നെ അതൊക്കെ ഒരു നാച്ചുറലേ. ഈ സമയത്താണ് അവിടേക്ക് ഒരുത്തൻ നടന്നു വരുന്നത്. അവനായിട്ട് ഒരു കൊഞ്ചറായിരുന്നു. അവൻ തൊട്ട് ഫ്രണ്ടിൽ വന്നു നിന്നുണ്ട് അവൻ്റെ പുസ്തകം അടക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു സൗണ്ട് കാരണം ക്ലാസ് ഫുള്ള് സൈലൻസ് ആയി. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, സോ എല്ലാവരും ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും പുതിയ പ്രൊഫസർ. ഫണ്ടമെന്റൽ ഓഫ് മാനത്തിനെ പറ്റിയിരിക്കും ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ പേര് AVS എന്നാണ്. എനിക്കറിയാം എൻ്റെ സബ്ജക്റ്റിനെ കണ്ട് നല്ല കുറച്ചധികം സബ്ജക്ട്സ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള. പക്ഷേ ഈ ഒരു ക്ലാസ് നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചിരിക്കണം. കാര്യം ഞാനിവിടെ പറയാൻ പോകുന്നത് ബേസിക് ആയുള്ള ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ ബേസിക് നോളജ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഇതെന്തായാലും തുടക്കമായതുകൊണ്ട് തന്നെ ബേസിക് ഉള്ള ഒരു ഡിസ്കഷനിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറയുന്നത് കോഞ്ചേഴ്സ് ആർ ബെറ്റർ ദാൻ അജൂമിനേറ്റേഴ്സ് എന്നാണ്. സോ പഴയ കാലത്ത് നോക്കാനാണെങ്കിൽ ഈ കോഞ്ചേഴ്സിനാണ് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത് ഈ അജൂമിനേറ്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുന്നത്. കാര്യം ഈ ഓറഞ്ച് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഫിസിയോളജിക്കലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഞ്ചേഴ്സിന് അവർ മാന വെയിൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. ആ ഒരു സംഭവം കൊണ്ടാണ് അവർക്ക് ഈ മാന അബ്സോർവ് ചെയ്യാനും അത് ട്രാൻസ്പോർട്ട് ചെയ്യാനും സാധിക്കുന്നത്. പക്ഷേ ഈ അജൂമിനേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അവർ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആണ്. അത് അവർ വരാൻ നേരത്തെ തന്നെ നാച്ചുറലി അവരുടെ മാന ചാനലൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഈ മാനൊക്കെ സിമ്പിളായിട്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഒരു മേസിന്റെ കോർ തന്നെ അവരുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഈ കോഞ്ചറേഴ്സിന് കുറച്ചധികം എഫിഷ്യൻസി കൊടുത്തുകൊണ്ട് തന്നെ അവരുടെ ചുറ്റിനുള്ള മാക്സിമം മാനൊക്കെ അബ്സോർവ് ചെയ്യാൻ തുടങ്ങുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഹയർ കോർ ലെവലിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പോകാൻ സാധിക്കും. ചുരുക്കം പറഞ്ഞാൽ അവർക്ക് ഹയർ കോഴ്സൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നേടിയെടുക്കാൻ സാധിക്കും. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞാനീ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഞ്ചറേഴ്സിന് വളരെ ഈസിലി തന്നെ അവരുടെ മാനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ അജൂമിനേറ്റേഴ്സിന് അത് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എങ്ങനെ നോക്കിയാലും അത് കുറച്ചുകൂടെ റിമോട്ട്ലി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ ഏറ്റവും അവസാനം ഒരു കോഞ്ചറുണ്ട് ഒരു അജൂമിനേറ്റർ ഉണ്ട്. രണ്ടും സിൽവർ കോർ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ആർക്കായിരിക്കും അഡ്വാൻറ്റേജ് കൂടുതൽ? അങ്ങനെ അവിടെ ഒരു ഡിബേറ്റ് സ്റ്റാർട്ട് ചെയ്തു. പലരും പുള്ളിക്കാരൻ പറഞ്ഞ് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചധികം പേര് അവർ പറയുന്നത് എഗ്രി ചെയ്യുന്നില്ല. അങ്ങനെ ക്ലാസ് മുന്നോട്ട് പോയി. ഉച്ച കഴിഞ്ഞ ക്ലാസ് നമ്മുടെ എഞ്ചിനും ആർത്തറിനും രണ്ട് സൈഡിലായിരുന്നു. അങ്ങനെ ഇത്തവണ ആർത്തർ വന്നപ്പോൾ ഒരു വലിയൊരു ട്രെയിനിങ് ഹാള് പോലത്തെ സ്ഥലത്തേക്കാണ് പോയത്. അത് മാത്രമല്ല അത് കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇത്രയും വലുതായതുകൊണ്ട് തന്നെ. പക്ഷേ അവന് ഇരുന്ന് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് ക്ഷീണിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് നമ്മുടെ പ്രിൻസസ് കാത്തലിൻ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നത്, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. ആ സമയം ആർത്തർ മനസ്സിൽ പറയുന്നുണ്ട്, ഇവിടെ വേറെ കുറേ സീറ്റ് ഉണ്ടല്ലോ, പക്ഷേ അവനവിടെ ഇരിക്കാൻ തന്നെ പറയും. ആ ടൈമിൽ തന്നെ സിൽവിയെ നോക്കിയിട്ട് അവൾ പറയുന്നുണ്ട്, ഇത് ശരിക്കും ക്യൂട്ടാണല്ലോ. ഈ ടൈമിൽ മറ്റൊരുത്തം വന്നിട്ട് പറയുന്നുണ്ട്, ഇതാരാണ് ഇവിടെ നിൽക്കുന്നത്? ആൻഡ് അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ ഫേറത്താണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എൻ്റെ റൈവല് ഇവിടെ തന്നെ ഉണ്ടല്ലേ. റൈവല ആരുടെ റൈവല്? എന്നിട്ട് അവർ മൂന്നുപേരും കൂടെ ഒരുമിച്ച് ഇരിക്കുവാണ്. ഈ സമയത്താണ് ഒരുത്തൻ അവിടേക്ക് നടന്നു വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, സോ എൻ്റെ ക്ലാസ്സിൽ കുറച്ചധികം പിള്ളേർ കൂടുതലുണ്ടല്ലോ. അപ്പോഴാണ് ആർത്തറിന് ഒരു കാര്യം മനസ്സിലായി. ഇവൻ നേരത്തെ കണ്ട ആ ഒരു സാറാണ്. അതായത് ഇതിനു മുമ്പ് ഇവൻ പുറത്ത് വെച്ചൊരു പ്രശ്നമുണ്ടായ ഒരു പുള്ളിക്കാരനില്ല, അതേ പുള്ളിക്കാരൻ തന്നെയാണ് ഇവിടേക്ക് സാറായിട്ട് വന്നിട്ടുള്ളത്. അവൻ പറയുന്നുണ്ട്, എൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പർട്ടിക്കൽ മാനിപ്പുലേഷനെ പറ്റിയാണ്. അത് എക്സാമ്പിൾ ഇല്ലാതെ പഠിക്കുന്നത് ശോകമാണല്ലോ. അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ ഹാൻഡ് ടു ഹാൻഡ് എക്സ്പീരിയൻസിലൂടെ മാത്രമേ പഠിക്കത്തുള്ളൂ. ഈ ക്ലാസ്സിൽ കുറച്ചധികം പെമ്പിള്ളാരുണ്ടല്ലേ. ആ ടൈമിലാണ് പെട്ടെന്ന് ആർത്തറിനെ അവൻ ശ്രദ്ധിക്കുന്നത്. ഇത് അവനല്ലേ അന്ന് തന്നെ നാണം കെടുത്തിയത്? കറക്റ്റ് സമയത്താണ് നീ ഇവിടേക്ക് വന്നിട്ടുള്ളത്, ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ശരിക്കും ഭാഗ്യം ചെയ്തവനാണ്. കാര്യം എൻ്റെ ക്ലാസ്സിൽ തന്നെ 3 ഡിസിപ്ലിനറി കമ്മിറ്റിയിലെ ആൾക്കാരാണല്ലോ ഉള്ളത്. ഇവരുടെ കൂടെ നിന്ന് ഒരു വോളണ്ടിയറിനെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. കാര്യം ഞാൻ ശരിക്കും ക്യൂരിയസ് ആണ് ഇവരുടെ സ്ട്രെങ്ത്. ഒന്നുമില്ലെങ്കിലും ഈ സ്കൂളിനെ ഇവരല്ലേ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ആ ടൈമിൽ ആർത്തർ പറയുന്നുണ്ട്, ഏത് പൊട്ടനാടാ നിന്റെ ഈ ട്രിക്കി വീഴാൻ പോകുന്നത്? പക്ഷെ പെട്ടെന്നായിരുന്നു അവൻ കടന്ന് കാരുത്, ഞാനുണ്ട്. കൊള്ളാം, അപ്പൊ പൊട്ടന്മാര് ഉണ്ടല്ലേ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എൻ്റെ പേര് ഫേറത്ത് ഇസ് അവർ 13. ഞാൻ എന്തായാലും ഡിസിപ്ലിനറി കമ്മിറ്റിയിലെ ഒരാളാണ്. ഞാൻ എന്തായാലും താങ്കൾക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറാണ്. ഇവൻ എത്ര പെട്ടെന്ന് വന്നു. എങ്കിൽ വാ നമുക്ക് താഴത്തേക്ക് വാ, നമുക്ക് നേരത്തെ നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ താഴത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, ഇതൊരു ഹോണർ തന്നെയാണ്. കാര്യം എനിക്ക് താങ്കളുടെ മാനെ കുറച്ച് സെൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനർത്ഥം താങ്കൾ എന്നെക്കാട്ടും കുറച്ചുകൂടെ സ്ട്രോങ്ങർ
ആണെന്നാണ്. ആ സമയത്ത് അവൻ പറയുകയും ചെയ്യും, ഞാനൊരു അജൂമിനേറ്ററാണ്, അത് മാത്രമല്ല ഞാൻ ലോങ് റേഞ്ച് അറ്റാക്ക് ആയിരിക്കും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് തന്നെ പുള്ളിക്കാരൻ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാലോ. അടുത്ത സെക്കൻഡ് തന്നെ ഫെരിത്ത് ഒരു മാസീവ് വല്ല അറ്റാക്കാണ് ചെയ്യുന്നത്. ആ ഒരു മാസീവ് വല്ല അറ്റാക്ക് അവൻ്റെ നേരെ വരുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് പുള്ളിക്കാരൻ ഒരു ബ്ലൂ ഫ്ലെയിംസ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യും. ഈ സമയത്ത് ആർത്തർ പറയുന്നുണ്ട്, അവൻ കുറച്ച് സ്കിൽഫുൾ ആണ്. കാര്യം ബ്ലൂ ഫ്ലെയിംസ് കോൺജർ ചെയ്യുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നിട്ട് ആ ഒരു അറ്റാക്ക് ചെയ്യും. ആ ഒരു അറ്റാക്കാട്ടെ അവൻ്റെ ആ ഒരു അറ്റാക്കിൻ്റെ അകത്തൂടെ കയറി നമ്മുടെ ഫെരിത്തിനെ അറ്റാക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട്. പക്ഷെ പെട്ടെന്നായിരുന്നു പുള്ളിക്കാരൻ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് നേരെ നമ്മുടെ ഫെരിത്തിന്റെ കാലിലേക്ക് ഇടുന്നത്. ഫെരിത്തായിട്ട് താഴത്തേക്ക് വീഴുന്നുകൊണ്ട് ആ സമയത്ത് അവൻ വന്നിട്ട് പറയുന്നുണ്ട്, എന്തു പറ്റി, നീ തോറ്റുപോയോ? അവൻ തല കുനിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കൂ, എനിക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ ടൈമിൽ തന്നെ തന്നെ ദേഷ്യം വരികയും ചെയ്യും. എന്നിട്ട് പറയും ചെയ്യും, ഇവൻ തന്നെയാണ് എന്നോടുള്ള ദേഷ്യം ഫെരിത്തിനെ മേത്തി തീർക്കുവാണ്. ആ ടൈമിൽ ആ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഫെരിത്ത് അവിടേക്ക് വന്നിട്ടുണ്ട്. ആർത്തർ പറയുന്നുണ്ട്, ഫെരിത്ത് നീ എന്തായാലും നന്നായിട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ക്ലിയർലി മിസ്റ്റേക്ക് ചെയ്തു പോയി. ഞാനോർത്ത് ഇവർ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആണെന്ന്. വേറെ ആരെങ്കിലും കൂടെ വന്നിരുന്നെങ്കിൽ പെട്ടെന്നായിരുന്നു നമ്മുടെ പ്രിൻസസ് അവിടുന്ന് എഴുന്നേറ്റത്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വോളണ്ടിയർ ചെയ്യാം. ഇത് കാണുന്ന ഫെരിത്തും ശരിക്കും ഞെട്ടിപ്പോയി. ആ സമയത്ത് തന്നെ അവൻ പറയുന്നുണ്ട്, അത് കൊള്ളാം, ആ പെണ്ണിപ്പോൾ ഇവിടേക്ക് വന്നോ. എന്നിട്ട് അവൾ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഫെരിത്ത് പറയുന്നുണ്ട്, പ്രിൻസസ് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അവളൊന്നും മൈൻഡ് ചെയ്താൽ നേരെ അവൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ഈ ടൈമിൽ തന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, പ്രിൻസസ് ഇതെന്തായാലും ഒരു ഹോണർ തന്നെയാണ്, പിന്നെ ഇതൊരു ഡെമോൺസ്ട്രേഷൻ ആണ്. പക്ഷേ എൻ്റെ നേരെ ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത സെക്കൻഡ് തന്നെ കാതിലിന് പുള്ളിക്കാരുടെ സ്റ്റിക്ക് അവിടേക്ക് എടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ തൻ്റെ ബ്ലൂ ഫ്ലെയിംസ് ക്രിയേറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ മാസീവ് ഉള്ള അറ്റാക്ക് പുള്ളിക്കാരി ചെയ്യും. ആ ഒരു അറ്റാക്ക് അവൻ വളരെ സിമ്പിളി തന്നെ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ പറയുന്നുണ്ട്, ഞാനിതാ വരുവാണ്. ആ ടൈമിൽ പുള്ളിക്കാരി മുകളിലേക്ക് കുറച്ചധികം അറ്റാക്ക് ചെയ്യും. എന്നിട്ട് അതെല്ലാം കൂടെ അവന് നേരെ ഇടുന്നുണ്ട്. പക്ഷേ അവന് ആ സമയത്ത് തന്നെ മുകളിലേക്ക് കുറച്ചധികം അറ്റാക്ക് ചെയ്തിട്ട് അവിടെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും. ഒരു മാസീവ് ഉള്ള അറ്റാക്ക് തന്നെയായിരുന്നു. ആ സമയത്ത് നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ഇതാ സെയിം അറ്റാക്ക് തന്നെയാണല്ലോ ലൂക്കസ് എന്ന് എക്സാമിനേഷനിൽ വെച്ച് ചെയ്തത്. ഈ ടൈമിൽ പെട്ടെന്ന് പുള്ളിക്കാരി കുറച്ചധികം അറ്റാക്സ്, അതായത് പുള്ളിക്കാരി ഈ ഐസൊക്കെ മുകളിലേക്ക് പൊട്ടിത്തെറിച്ച് പല പല കഷ്ണങ്ങളാക്കി ഇടും. എന്നിട്ട് അതെല്ലാം ഒരുമിച്ചുകൊണ്ട് നേരെ ആ പുള്ളിക്കാരൻ്റെ നേരെ അറ്റാക്ക് ചെയ്യും. പക്ഷെ പുള്ളിക്കാരൻ അതെല്ലാം ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് ഒരു അറ്റാക്ക് ചെയ്യാൻ പോയപ്പോഴാണ് പെട്ടെന്ന് ഒരു ഹ്യൂജ് ആയുള്ള ഐസ് ടൊർണാഡോ പുള്ളിക്കാരൻ്റെ നേരെ വന്നത്. ഈ ടൈമിൽ തന്നെ പുള്ളിക്കാരൻ അത് ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ ആർത്തർ പറയുന്നുണ്ട്, പണ്ടാൽ അത് സീനാണെന്ന് പറയുന്ന നേരത്തിന് പുള്ളിക്കാരൻ ആ ഒരു അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴാണ് അവൻ ശരിക്കും ഞെട്ടിയത്. കാര്യം അവൻ ചെയ്ത അറ്റാക്ക് നമ്മുടെ പ്രിൻസസ് കാത്തലിനെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. കാര്യം അവൾ ഡിഫെൻഡീവ് ആയുള്ള സ്പെല്ലൊന്നും ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നു. അവളുടെ തൊട്ട് ഫ്രണ്ടിൽ വരെ ആ ഒരു അറ്റാക്ക് വരികയും ചെയ്തു. അവിടെ ഒരു വലിയൊരു എക്സ്പ്ലോഷൻ സംഭവിക്കുകയും എല്ലാവരും ഞെട്ടുകയും ചെയ്തു. പക്ഷെ പിന്നെ പുള്ളിക്കാരൻ നോക്കാൻ നേരത്ത് അവിടെ അവളില്ലായിരുന്നു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ആ ടൈമിലാണ് അത് ശ്രദ്ധിച്ചത്. ആർത്തർ അവളെ സേഫ് ആളെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, ഈ ഗെയിം അത് കുറച്ച് കൂടിപ്പോയില്ലേ? പക്ഷെ അവന് നന്നായിട്ട് തന്നെ ദേഷ്യം വരികയും ചെയ്യും. എന്നിട്ട് പറയുകയും ചെയ്യും, എനിക്കറിയാം പ്രിൻസസിന് മേലുള്ള കൺസേൺ, പക്ഷേ എല്ലാം എൻ്റെ കൺട്രോളിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അണ്ടർ കൺട്രോളിലോ? പിന്നല്ലാതെ ഞാൻ ഒരു പ്രൊഫസറാണ്, നിനക്കറിഞ്ഞൂടെ ഇതൊക്കെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന്? നിനക്കെന്താ വല്ല കാര്യം തോന്നിയോ? എനിക്കത് എപ്പോൾ വേണമെങ്കിലും അത് ക്യാൻസൽ ചെയ്യാമെന്നു. ക്യാൻസൽ കോപ്പ് ചെയ്യും, എനിക്കറിയാമല്ലോ അറ്റാക്കിനെ പറ്റി. ആ ടൈമിൽ തന്നെ അവൻ പറയുന്നുണ്ട്, എന്തായാലും കാതലിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രൂഫുമില്ല ആ ഒരു ഇവിടെ അറ്റാക്ക് ചെയ്യുമെന്ന്. എങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനെങ്കിൽ ഒരു കാര്യം പറയട്ടെ, എന്തായാലും അവരുടെ രണ്ടുപേരും ചാൻസ് കഴിഞ്ഞ്, അപ്പോൾ ഇനി ഞാനും കൂടെ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നാലോ? ആ സമയത്ത് തന്നെ പറയുന്നുണ്ട്, ഓ അങ്ങനെയാണോ, ഞാൻ സന്തോഷത്തോടെ നിന്നെ സ്വീകരിക്കുന്നു. ആ ടൈമിൽ തന്നെ പ്രിൻസസിനൊക്കെ അവൻ പറയുന്നുണ്ട്, പ്രിൻസസ് എന്നോട് ക്ഷമിക്കോട്ടോ, താങ്കൾക്ക് പോയിരിക്കാം. ആ ടൈമിൽ തന്നെ ആൾ പോകുന്നുണ്ട്. ആ ടൈമിൽ തന്നെ നമ്മുടെ ആർത്തർ ചോദിക്കുന്നുണ്ട്, അല്ല നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. പക്ഷേ നിൻ്റെ അസിസ്റ്റൻസ് അത് അൺനെസസറി ആയിരുന്നു, പക്ഷേ നീ എന്നെ രക്ഷിച്ചു, അതിൽ താങ്ക്സ്. ഈ ടൈമിൽ തന്നെ ആർത്തർ തിരിഞ്ഞ് അവനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, അപ്പോൾ പ്രൊഫസർ എങ്ങനെയാ, നമുക്ക് തുടങ്ങാല്ലേ? ആൻഡ് ആർത്തർ തൻ്റെ സോഡ് എടുത്ത് ഫുള്ളി സീരിയസ് ആയിക്കൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. ഗൈസ്, നാളെ തന്നെ അടുത്ത എപ്പിസോഡ് വരുന്നുണ്ട്. സോ അതൊന്നും മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട.